പോകുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാൻ മിക്കവാറും ട്രൈ ചെയ്യാറുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല ഇതിന് എന്ത് പേര് വിളിക്കണമെന്ന്. സോ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇതിനൊരു പേര് കൊടുത്ത് ഏത്തയ്ക്കപ്പോൾ. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് എന്നോളൂ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്, നിങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം വഴി ഞാൻ എടുത്തിരിക്കുന്നത് മൈദയാണ്. മൈദ ഒരു 250 കാണും, 250 ഗ്രാം കാണും. അത് നമുക്ക് ദോശയ്ക്ക് എടുക്കുന്ന പോലെ അങ്ങ് ലൂസാക്കി കുഴക്കേണ്ട കാര്യമില്ല. ഇതേപോലെ കുഴമ്പ് വടിവത്തിൽ നമ്മൾ ആക്കിയെടുക്കുക. ഇതിനകത്ത് ഞാൻ ആ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഏലക്ക പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്. ഓക്കെ, എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തക്കയാണ്. ഏത്തക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നല്ല പഴുത്ത ഏത്തക്ക എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഏത്തക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ കറുത്ത് തൊലിയൊന്നും ജസ്റ്റ് കറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആരും കഴിക്കാറില്ല, എടുത്ത് കളയാറാണ് പതിവ്. ഓക്കെ, അങ്ങനെ ആ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. നല്ല പഴുത്ത ഏത്തക്ക നമുക്ക് ഇതേപോലെ അരിഞ്ഞിട്ട് അരിയാം. അപ്പൊ അങ്ങനത്തെ ഏത്തക്ക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്തിരിക്കുന്ന ഓട്സ് ആണ്. ഓട്സ് ഇതേപോലെ ജസ്റ്റ് ഈ ഒരു കപ്പിന് വേണ്ട ഓട്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഇതിന്റെ എമൗണ്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ജസ്റ്റ് ഓട്സ് കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മുറി തേങ്ങ ഞാൻ ചെറുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മുടെ ഈ റെസിപ്പിക്ക് സൂപ്പർ ഈവനിങ് സ്നാക്ക് റെസിപ്പിക്ക് നമുക്ക് വേണ്ടത്. അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തോട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഏത്തക്ക അരിഞ്ഞത് ഇതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മൈദ ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പം ഇതിലും ബെറ്റർ നമുക്ക് ഗോതമ്പ് വീടുകളിൽ ഗോതമ്പുണ്ട്. അപ്പോൾ ഗോതമ്പ് യൂസ് ചെയ്തെടുക്കുന്നതും നല്ലതാണ്. പക്ഷെ ഒന്നുകൂടി സോഫ്റ്റ് മൈദയാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഓട്സ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിലും ചില ദിവസങ്ങൾ മോർണിംഗ് സ്നാക്സ് ആയിട്ടൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ദോശയും ഇഡലിയും ഒക്കെ തിന്ന് നമ്മൾ അപ്പമൊക്കെ തിന്ന് മടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, ദെൻ തേങ്ങ, എന്നിട്ട് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ, എല്ലായിടത്തും എല്ലാം. ആവശ്യത്തിന് വേണ്ടി പഞ്ചസാര ചേർക്കാണ്ട് ഓൾറെഡി ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ഇതിന്. ഇതൊരു 2-3 സ്പൂൺ പഞ്ചസാര കാണും. ഓക്കെ, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാലോ എത്ര മധുരം വേണോ വേണ്ടായോ എന്നുള്ളത്. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല, തവ എടുത്തിട്ട് അങ്ങോട്ട് ചുട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ ചുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഏത്തക്ക ബോൾ റെഡിയാവും. ഓക്കെ, അപ്പൊ നമ്മൾ പാൻ കത്തിച്ചു, ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും നെയ്യുടെ ഫ്ലേവർ അത്യാവശ്യം ഇഷ്ടമാണ്. ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത്. നമുക്ക് ദോശയുടെ കൂട്ടി ഇങ്ങനെ നമ്മുടെ തവിയിൽ കോരിയിട്ട് നമുക്കിങ്ങനെ എടുത്തൊഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മളിത് കുറച്ച് അത്രയ്ക്ക് ലൂസല്ല, അതുകൊണ്ട് നമ്മൾ കയ്യിലിങ്ങനെ കോരി എടുത്തൊഴിക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം, കൈ പൊള്ളല്ല കേട്ടോ. ഇനി നമ്മുടെ തലവരതനുസരിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വട്ടമാക്കി കൊടുക്കാം. ശരി ഷേപ്പിന് ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് കൊടുക്കണേ ഹാർട്ടിന്റെ ഷേപ്പോ ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. ഇതിന്റെ മേളിലും കുറച്ച് നെയ്യ് 1-2 ഡ്രോപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ കൂടുതലും ഇത് ഉണ്ടാക്കുന്നത് ഗോതമ്പിലാണ്. മൈദ അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മൈദയിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. കൂടുതലും ഗോതമ്പിലാണ്. അപ്പോൾ മൈദയിൽ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഗോതമ്പിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കനം കുറച്ച് പരത്തണമെന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഇങ്ങനെ ദോശയും ഇഡലിയും അപ്പവും
പാലപ്പമൊക്കെ തിന്ന് മടുക്കുന്ന സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ മോർണിംഗിൽ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഐറ്റമാണ്, റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അത്യാവശ്യം റിച്ചുമാണ്, ഞാൻ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഏത്തക്കയുണ്ട്, ഏത്തക്കയൊന്നും കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഏത്തക്കയുണ്ട്, പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്, നെയ്യുണ്ട്, ഓട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ എടുക്കുന്നത് മൈദയെങ്കിൽ മൈദ, ഗോതമ്പെങ്കിൽ ഗോതമ്പ്, നമ്മുടെ ചോയ്സാണ്. ഉണ്ട് ദോശ പോലെ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കിലൊക്കെ ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കാത്തൊരു ജസ്റ്റ് ട്രൈ ചെയ്തതിന് ശേഷം കൊള്ളാമോ ഇല്ലയോ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. ഒരുപാട് അങ്ങ് കരിക്കണ്ട, ജസ്റ്റ് ഇതേപോലെ കാണുന്നുണ്ടോ ഇങ്ങനെ മൊരിഞ്ഞ് വന്നാൽ മതിയാവും. കനം കുറയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കഴിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇത് കട്ടിയാകുമ്പോൾ നമ്മുടെ ഏത്തക്ക ബോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയുണ്ട്. ഇത് ഉണ്ടാവും, ഏത്തക്കയെല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് മോർണിംഗ് റെസിപ്പി ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.